ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, SDPI ഈ രണ്ട് വിഭാഗവുമായും വളരെ അടുത്ത ബന്ധം UDF പുലർത്തുന്നു. മാത്രമല്ല ലീഗിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെയാ എത്തിച്ചേരുക? അത് ലീഗും ചിന്തിക്കണം. നമ്മുടെ രാജ്യത്ത് സംഘപരിവാറിന്റെ വർഗീയ നീക്കങ്ങളെ ശക്തമായി എതിർക്കാതെ അതുമായി സമരസപ്പെട്ട് ഫലത്തിൽ അതിന്റെ ബി ടീമായി പ്രവർത്തിച്ച കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങൾ BJP അടിയറ വെച്ച് നാം കണ്ടു നിൽക്കുകയാണ്. ഒരുപാട് ദുരന്തങ്ങൾ, ദുരനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് BJPയുടെ ശക്തി കേന്ദ്രങ്ങളായി നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം നേരത്തെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. അവിടെയാണ് BJP കയറിയത്. എന്തുകൊണ്ട്? വർഗീയതയെ വേണ്ട രീതിയിൽ എതിർക്കാൻ തയ്യാറായില്ല, അതുമായി സമരസപ്പെട്ടു പോയി. ലീഗ് ഇപ്പോ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും ഒക്കെ കൂട്ടി നടന്നാൽ നിങ്ങൾ തന്നെ തകരുന്നതായിരിക്കും നാളത്തെ ഫലം. ആത്മഹത്യാപരമായ നിലപാടാണത് എന്ന് തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ടാണ് അവരുടെ അണികളിൽപ്പെട്ടവരടക്കം ഈ നീക്കത്തെ ചോദ്യം ചെയ്യുന്നത്.